ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പുതിയൊരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് MIS നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ട്രാൻസാക്ഷൻ പ്രോസസ് സിസ്റ്റം, TPS, ദെൻ DSS പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതിൻ്റെ സബ് പാർട്ടായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അതിൻ്റെ ബെനിഫിറ്റ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 2 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, EIS എന്ന് പറയും. ഇതെല്ലാം എക്സാമിന് വരാറുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ള ഭാഗങ്ങൾ കൂടിയാണെന്ന് ആലോചിക്കാം. അപ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കാം. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ EIS. Executive Information System are designed to meet the information requirement of top level executives. അപ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വാട്ട് ഈസ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം. എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു ടോപ്പ് ലെവൽ അതോറിറ്റി അല്ലേ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഡിസൈൻ ടു മീറ്റ് ദി ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് വേണ്ട ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നൊരു സിസ്റ്റത്തിനാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ EIS ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവലുള്ള എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും EIS ഉപയോഗിക്കുന്നത്. ദി സിസ്റ്റം പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻറ്റ് ടു ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ഈ സിസ്റ്റം എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? വാല്യുബിൾ ഇൻഫർമേഷൻ, അവർക്ക് വേണ്ട വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ് അതൊക്കെ സോർട്ട് ചെയ്തിട്ട് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം ആ സിസ്റ്റത്തിലൂടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതാണ് ഈ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. എക്സിക്യൂട്ടീവ് എന്നുള്ള വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ടോപ്പ് ലെവലിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇത്. അപ്പോൾ അടുത്ത് ഇറ്റ് ഡസ് ദിസ് ബൈ പ്രൊവൈഡിങ് ഈസി ആക്സസ് ടു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ നീഡഡ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഗോൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഈസി ആക്സസ് ടു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ നീഡഡ് ടു അച്ചീവ് സ്ട്രാറ്റജിക് ഗോൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് ഗോൾസ് ഓർ ലോങ് ടേം ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു എന്താണ് ഈസി ആക്സസ് ആണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും. സ്ട്രാറ്റജിക് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, പെട്ടെന്ന് നമുക്ക് ടോപ്പ് ലെവൽസിനെല്ലാം ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് EIS വഴി പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം ആവശ്യമില്ലാത്ത ഇൻഫർമേഷനൊക്കെ അവിടെ അവർക്ക് അവരിലേക്ക് എത്താതെയും ആവശ്യമുള്ളത് മാത്രം അവരിലേക്ക് എത്തിച്ചേർന്നിട്ട് പെട്ടെന്നുള്ള ഡിസിഷൻസ് എല്ലാം അത് സഹായിക്കും. An EIS normally features graphical display on an easy use interface. An EIS normally feature an graphical display ആണെന്ന്. അതായത് EISൻ്റെ ഡിസ്പ്ലേസ് ഉള്ളത് എങ്ങനെയായിരിക്കും, അത് ഫീച്ചർ ചെയ്തിരിക്കുന്നത്, ഫീച്ചർ എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. EIS normally features graphical display on an easy user interface. ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഈസി യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും, ഈസി ടു യൂസ് ഇൻ്റർഫേസ് ആയിരിക്കും. അതായത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻ്റർഫേസ് ആയിരിക്കും അതിനുണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. The information originates both from internal and external sources. It is generally accepted that external information is more important at the top level. The information originated both from internal and external sources. ഇൻഫർമേഷൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇൻറ്റേർണൽ ഉള്ളതും എക്സ്റ്റേണൽ ഉള്ള ഇൻഫർമേഷൻസും EISൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് ദാറ്റ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അറ്റ് ടോപ്പ് ലെവൽ. പുറത്തുള്ള ഇൻഫർമേഷനാണ് ടോപ്പ് ലെവലിൽ ഒന്നുകൂടി എന്താണ് കുറച്ചും കൂടി അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം മാർക്കറ്റ് സ്റ്റഡി, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റർ അനാലിസിസ് എല്ലാം ചെയ്യുന്നത് എന്താണ്, അതെല്ലാം എക്സ്റ്റേണൽ അല്ലേ, നമ്മുടെ കോമ്പറ്റീറ്റർ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി എടുക്കണം. അതെല്ലാം എക്സ്റ്റേണൽ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. സോ ഇവിടെ പറയാൻ പറ്റും എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് അറ്റ് ടോപ്പ് ലെവൽ. ബാക്കിയുള്ളടത്തെല്ലാം ഇൻറ്റേർണൽ ആയിരിക്കും അല്ലേ, ഓർഗനൈസേഷൻ ഉള്ളിലുള്ളത് നോക്കിയാൽ മതി. പക്ഷേ എക്സ്റ്റേണൽ ആൾക്കാർ എന്തായിരിക്കും നോക്കുന്നത്, പുറത്തുള്ള കാര്യം കൂടി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ദി ടേം എക്സിക്യൂട്ടീവ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ മാനേജേഴ്സ് ഓൺ അപ്പർ ലെവൽ ഓർഗനൈസേഷൻ ഹൈറാർക്കി. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
അപ്പർ ലെവൽ, അതായത് ടോപ്പ് ലെവലുള്ള എക്സിക്യൂട്ടീവ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഹയറാർക്കിയെ, ഓർഗനൈസേഷൻ ഹയറാർക്കിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടേം എക്സിക്യൂട്ടീവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് EIS ഈസ് ഡിസൈൻഡ് ഫോർ യൂസിങ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർ മേക്കിംഗ് ഡിസിഷൻസോ അതുപോലെ എന്തെങ്കിലും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ EIS ഉപയോഗിച്ചിട്ടായിരിക്കും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത്. സോ executive information system can be identified as information system which provide relevant information to top management for strategic planning and control. അപ്പോൾ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് വിച്ച് പ്രൊവൈഡ് റിലവൻറ്റ്, അതാണ് പറയേണ്ടത് ഇവിടെ, റിലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയുള്ളൂ, റിലവൻറ്റ് ഇൻഫർമേഷൻ ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ലോങ് ടേം പ്ലാൻസ് അല്ലേ, എക്സിക്യൂട്ടീവ്സ് എല്ലാം എടുക്കുന്നത്, ടോപ്പ് ലെവൽ എടുക്കുന്നത് ലോങ് ടേം പ്ലാൻസ് ആയിരിക്കും. അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റമാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് സെർവ്സ് ദി ഇൻഫർമേഷൻ ദാറ്റ് നീഡ് ബൈ വേരിയസ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് സെർവ് ദിസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നീഡഡ് ബൈ വേരിയസ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്. EIS എന്തായിരിക്കും ഉണ്ടാവുക, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. അതിൻ്റെ ഡെഫിനിഷൻ പോലെയാണ് ഇവിടെ പറയുന്നത്. EIS എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നീഡഡ് ബൈ ആർക്കൊക്കെ, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് വേണ്ട ഇൻഫർമേഷൻ എല്ലാമാണ് അതിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് വെരി റാപ്പിഡ് ആക്സസ് ടു ദി ടൈംലി ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഓഫർ ദി ഡയറക്റ്റ് ആക്സസ് ടു ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇവിടെ എന്താണ്, it provide very rapid access to timely information and also offer different access to the different management reports. അപ്പോൾ ഇവിടെ അവർ എന്ത് ചെയ്യുന്നു, ഈ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, റാപ്പിഡ് ആക്സസ് ടു ടൈംലി ഇൻഫർമേഷൻ, പെട്ടെന്നുള്ള അതായത് ടൈമിൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവലിന് എക്സിക്യൂട്ടീവ്സിന് എത്തിച്ചു കൊടുക്കുന്ന, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അത് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓഫർ ഡയറക്റ്റ് ആക്സസ് ടു ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട്. ഓർഗനൈസേഷനിലുള്ള പല മാനേജ്മെൻറ്റ് റിപ്പോർട്ടിലേക്കുള്ള ഡയറക്റ്റ് ആക്സസും EIS വഴി ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും, എല്ലാ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ടും, അതിപ്പോൾ ലോവർ ലെവലായാലും മിഡിൽ ലെവലായാലും അവരുടെ അത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റിപ്പോർട്ട് അവർക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. Then executive information system is also known as executive support system. EIS also known as executive support system. EIS എന്നുള്ളതും EIS also known as ESS അല്ലേ, എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ DSS എന്ന് പറയുന്ന പോലെ ESS എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം എന്നും പറയും. പിന്നെ ഇവിടെ ലൗഡൻ ഡിഫൈൻ, അതൊരു ആള് ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലൗഡൻ ഡിഫൈൻഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം അറ്റ് സ്ട്രാറ്റജിക് ലെവൽ, സ്ട്രാറ്റജിക് മീൻസ് ടോപ്പ് ലെവലിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അറ്റ് സ്ട്രാറ്റജിക് ലെവൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഡിസൈൻഡ് ടു അഡ്രസ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ അഡ്വാൻസ്ഡ് ഗ്രാഫിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോഴും കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് ലെവലിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, മിഡിൽ ലെവലിൽ അത് സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും, ലോവർ ലെവൽ അത് സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പോൾ അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, സ്ട്രക്ചേർഡ്, അങ്ങനെ അടിയിലേക്കാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതും സ്ട്രാറ്റജിക് ഡിസിഷൻസ് അല്ലേ, സ്ട്രാറ്റജിക് ലെവലിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ഗ്രാഫിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസിലൂടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് ലഭിക്കുന്ന സംവിധാനത്തിനാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള നോക്കാം. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ സ്ട്രാറ്റജിക് ലെവൽ ഇൻഫർമേഷൻ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് ഇവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അത് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ലെവൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ് അല്ലേ, അതാണ് സിസ്റ്റം ആർ സ്ട്രാറ്റജിക് ലെവൽ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് ആർ ഫൗണ്ട് അറ്റ് ടോപ്പ് ലെവൽ ഓഫ് പിരമിഡ്. നമ്മളിവിടെ ഒരു പിരമിഡ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്ന എന്താണ്, ഇവിടെ വരുന്ന ഇതാണ് സ്ട്രാറ്റജിക്
എന്താണ് പറയുക ലെവൽ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താ പറയുന്നത് ടാക്റ്റിക് അല്ലേ, ടാക്റ്റിക്. ഇത് ഇവിടെ വരുന്നത് ഓപ്പറേഷണൽ എന്നും പറയാറുണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതാണ്. അപ്പം ഇവിടെ സോറി ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഇതൊരു ടോപ്പ് ലെവൽ പിരമിഡ് അല്ല, ഫൗണ്ട് അറ്റ് ദി ടോപ്പ് ഓഫ് ദി പിരമിഡ്, ടോപ്പ് ലെവലാണ് ഇത് കാണപ്പെടുന്നത്. ദേ ഹെൽപ്പ് executives and senior managers analyze the environment in which organization operate to identify long-term trend and plan appropriate course of action. ഇതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് അനലൈസ് ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ എക്സിക്യൂട്ടീവ്സിനും സീനിയർ മാനേജേഴ്സിനെല്ലാം എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാനും അതുപോലെ അനലൈസ് ദി എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്, എവിടെയാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ, അതുപോലെ ടു ഐഡൻറ്റിഫൈ ലോങ് ടേം ട്രെൻഡ് മനസ്സിലാക്കാൻ ആൻഡ് പ്ലാൻ അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതത് സമയത്ത് പ്ലാനുകൾ എടുക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് EIS ഉപയോഗിക്കുന്നത്. Executive information system are designed to operated directly by executives without the need of intermediaries and easily tailored to preference of individual using them. ഇത് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ടീവ്സ് ആണ് ഉപയോഗിക്കുന്നത്, ടോപ്പ് ലെവലാണ്, വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ്. അവരുടെ നിന്ന് ഹെൽപ്പോട് ആവശ്യമില്ല, അവർക്ക് ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഈസി ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് കൂടിയുള്ള ഒരു സിസ്റ്റമാണ്, സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് EIS എന്ന് പറയുന്നത്. Much of the executive's information come from non-computer sources. Computer-based information system may not be much useful at higher level management because most of their decisions are unstructured in nature. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം, ഒന്നും കൂടി വായിച്ചു നോക്കാം. Much of the executive information come from non-computer sources. അതായത് ഒരുപാട് അവിടെ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് എടുക്കുന്ന അധികം ഇൻഫർമേഷൻസും കമ്പ്യൂട്ടർ സോഴ്സിൽ നിന്നാണ് അവർക്ക് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് റിപ്പോർട്ടുകളും അതുപോലെ എന്താ പറയുക ഓരോരോ ഡിസിഷൻസ് എല്ലാം അവിടെ വരുന്നത് അധികം കമ്പ്യൂട്ടർ സോഴ്സിൽ നിന്നാണ്, അതായത് കമ്പ്യൂട്ടർ വഴി അല്ലാത്ത സോഴ്സിൽ നിന്നാണ്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം മേ നോട്ട് ബി മച്ച് യൂസ്ഫുൾ അറ്റ് ഹയർ ലെവൽ. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം അത്ര യൂസ് ആയിരിക്കില്ല ഹയർ ലെവൽ, കാരണം ബിക്കോസ് മോസ്റ്റ് ഓഫ് ദെയർ ഡിസിഷൻസ് ആർ അൺസ്ട്രക്ചേർഡ്. അവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഡിസിഷൻസും അൺസ്ട്രക്ചേർഡ് നേച്ചറാണ്. അപ്പോൾ അവർ ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചിട്ടല്ല അവർ മെയിൻലി ഡിസിഷൻസ് എടുക്കുന്നത്, പക്ഷെ അവർക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് EIS ഉപയോഗിക്കുന്നുണ്ട്. ഇനി വാട്ട് ആർ ദി ഫ്യൂച്ചേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കാം. വാട്ട് ആർ ദി ഫ്യൂച്ചേഴ്സ്? ഫസ്റ്റ് വേണ്ട പറയുന്നത് എന്താണ്? ഒന്നാമത്തത് മീൻ ഫോർ ഹയർ ലെവൽ മാനേജ്മെൻറ്റ് അല്ല, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് ഇവിടെ വരച്ച പോലെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ് EIS എന്ന് പറയുന്നത്. ഇവിടെയാണ് ടോപ്പ് ലെവൽ വരുന്നത്, ഇത് മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അപ്പോൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് EIS. ഇറ്റ് ഈസ് മീൻ ഫോർ ഹൈ ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ രണ്ടാമത്തത് പെർവേസീവ് ഇൻ നേച്ചർ. കേട്ടോ, പെർവേസീവ് ഇൻ നേച്ചർ എന്താണെന്ന് നോക്കാം. ദി ഇൻഫർമേഷൻ ജനറേറ്റഡ് ഫ്രം എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് നോട്ട് മീൻ ഫോർ particular functional area of an organization, rather it is used for benefit of entire organization. Pervasive in nature എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്കോ ഒരു സെഷനിലേക്കോ അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം ഉള്ളതല്ല. The information generated from executive information support system is not mean for particular functional area. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഏരിയയ്ക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനോ അതുപോലെ റിപ്പോർട്ടുകളൊന്നും പർട്ടിക്കുലർ ഏരിയയ്ക്ക് മാത്രമുള്ളതല്ല. ഇത് എൻ്റയർ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ EIS ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പെർവേസീവ് ഇൻ നേച്ചർ. പെർവേസീവ് എന്നാണ് അതിൻ്റെ വേർഡ്.
മൂന്നാമത്തെ നോക്കാം, എംഫാസിസ് ഓൺ എക്സ്റ്റേണൽ ഡാറ്റ. ഹയർ ലെവൽ മാനേജ്മെൻറ്റ് മേക്ക് യൂസ് ഓഫ് എക്സ്റ്റേണൽ ഡാറ്റ കൺസിഡറബിളി കമ്പയറിംഗ് ദി ഇൻറ്റേർണൽ ഡാറ്റ വൈൽ എക്സ്റ്റേണൽ ഡാറ്റ ഈസ് റിലേറ്റഡ് ടു കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. ഇൻറ്റേർണൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫ്രം ഓർഗനൈസേഷൻ റെക്കോർഡ് ആൻഡ് ഫയൽസ്. അപ്പോൾ എംഫാസിസ് ഓൺ എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എക്സ്റ്റേണൽ ഡാറ്റയും ഇൻറ്റേർണൽ ഡാറ്റയും കൂടി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. വൈൽ എക്സ്റ്റേണൽ ഡാറ്റ ഈസ് റിലേറ്റഡ്, എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർ, സപ്ലയർ, കോമ്പറ്റീറ്റർ, ഗവൺമെൻറ്റിനെ എല്ലാം കുറിച്ചിട്ടുള്ള അവരുടെ പോളിസീസും അവരുടെ ഡിസിഷൻസും അതുപോലെ റിപ്പോർട്ടുകളും, കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, കോമ്പറ്റീഷനെ കുറിച്ചിട്ടുള്ള, മാർക്കറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എക്സ്റ്റേണൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ ഡാറ്റയെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അതിന് ഇൻറ്റേർണൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് അവൈൽഡ് ഫ്രം ഓർഗനൈസേഷൻ റെക്കോർഡ് ആൻഡ് ഫയൽ. അത് അപ്പോൾ എക്സ്റ്റേണൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ ഡാറ്റ കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ഇൻറ്റേർണൽ ഇൻഫർമേഷൻ ഇസ് അവൈലബിൾ ഫ്രം ഓർഗനൈസേഷൻ റെക്കോർഡ്. ഓർഗനൈസേഷൻ്റെ റെക്കോർഡിൽ നിന്നാണ് ഇൻറ്റേർണൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. നാലാമത്തെ എന്താ നോക്കാം, ഇൻഫർമേഷൻ ഇൻ സമ്മറി ഫോം. അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ ഡീറ്റെയിൽ ആയിട്ടല്ല ഉണ്ടാവുക. ഇപ്പോൾ ഒരു മാസത്തെ സെയിൽ ഒരു ഫിഗർ ആയിട്ടാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു 4 ലക്ഷം രൂപയാണ്, 4 ലക്ഷം രൂപ, കഴിഞ്ഞ മാസം 3 ലക്ഷം രൂപ, പിന്നത്തെ പ്രാവശ്യം 5 ലക്ഷം ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു സമ്മറി രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ജനറേറ്റ് ഇൻഫർമേഷൻ ഇൻ എ സമ്മറി ഫോം. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആർ ജനറലി ബിസി വിത്ത് മെനി മാറ്റേഴ്സ്. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എല്ലാം എപ്പോഴും പല കാര്യങ്ങളിലും ബിസി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടൊന്നും വായിച്ചു നോക്കി മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ സമ്മറി രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻഫർമേഷൻ EIS പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ may not have adequate time to go through the detailed report. അതെന്താ വെച്ചാൽ അവർ എപ്പോഴും വലിയ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ടും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ റിപ്പോർട്ടിൻ്റെ ഉള്ളിലൂടെ പോകാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, അവർക്ക് EIS പ്രൊവൈഡ് ചെയ്യുന്നത് വെരി ഷോർട്ട് ഫോമിലായിരിക്കും. അപ്പോൾ ആ ഷോർട്ട് ഫോം ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പം ഒരു സെയിൽസ് റിപ്പോർട്ട് മൊത്തം വായിച്ചിട്ട് മനസ്സിലാക്കുന്നതും പെട്ടെന്നൊരു ഫിഗർ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. മീൻ ഫോർ ഹയർ ലെവൽ മാനേജ്മെൻറ്റ്, പെർവേസീവ് ഇൻ നേച്ചർ, എംഫാസിസ് ഓൺ എക്സ്റ്റേണൽ ഡാറ്റ, ഇൻഫർമേഷൻ ഇൻ സമ്മറി ഫോം. ഈ 4 ഫീച്ചേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ DSS കഴിഞ്ഞ് അടുത്ത സെഷൻ വന്നിരിക്കുന്നത് EIS ആണ്, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ കറക്റ്റ് ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് മീൻ ഫോർ ഹയർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഹയർ ലെവൽ മാനേജ്മെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനും ഡിസിഷൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് EIS എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇന്നത്തെ സെഷനിൽ നോക്കാം. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഉൾപ്പെടുത്താം.